ഹായ്. ചേച്ചിനെ കണ്ടില്ല. എന്നെ ഇപ്പൊ കണ്ടോ? ഇപ്പൊ കണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ല. ഞാനും മിസ് ചെയ്തു ദ്യുതിക്കുട്ടീനെ. ഞാൻ ഒത്തിരി മിസ് ചെയ്തു. എവിടെ പോയതായിരുന്നു? അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് ഞങ്ങള്? എവിടെ പോയതായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. കൺഫ്യൂഷനായി. അവളെയാണോ കാണാതായത് എന്നെയാണോ കാണാതായത് എന്ന് സംശയം വന്നു ഇപ്പൊ ദ്യുതിക്കുട്ടിക്ക്. മക്കളെ ഏതാണ് പാട്ടെന്ന്? വെള്ളാരം കുന്നുമ്മി. വെള്ളാരം കുന്നിന്മേലെ. നല്ല സൂപ്പർ പാട്ടാട്ടോ. ഉഗ്രം പാട്ട്. ഡീറ്റെയിൽസ് പറഞ്ഞുതരാമോ? ഫിലിം ഫിലിം രേവതിക്ക് ഒരു പാവക്കുട്ടി. ലിറിക്സ് ബിച്ചു തിരുമല സാർ. മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാസ്റ്റർ. പിന്നെ വർഷം 1986. പാടിയത് യേശുദാസ. അപ്പൊ നമ്മുടെ പാവക്കുട്ടി പാടാൻ പോവാ. പാവക്കുട്ടി താങ്ക് യു. ഓക്കേ.
വെരി ഗുഡ് വെരി ഗുഡ്. എന്തോ ഗുഡായിരുന്നോ, ഗുഡർ ആയിരുന്നോ, ഗുഡസ്റ്റ് ആയിരുന്നോ? ഗുഡസ്റ്റ് മധു എങ്ങനെയുണ്ടായിരുന്നു? ഗുഡസ്റ്റ് ആയിരുന്നു. ഗുഡസ്റ്റ്. ഗുഡസ്റ്റ് ഈ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഗുഡസ്റ്റ് ആയിരുന്നു. ഗുഡസ്റ്റ്. യെസ്. ഇത് ഇത്തിരി ടഫ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അത് ഇത്രയും ചെറിയ പ്രായത്തിൽ. എത്ര വയസ്സായി മോൾക്കിപ്പോ? 8 വയസ്സുള്ള കൊച്ച് ഇത്ര മനോഹരമായിട്ട് പാടിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നത് കേട്ടോ. കൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. നന്നായിരുന്നു മോളെ. പല ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി. പിന്നെ മൈക്ക് സംഗതി പാടുമ്പോഴൊക്കെ മൈക്ക് ഇങ്ങനെ ഒരു അങ്ങനെ കൈ ആ സംഗതി അനുസരിച്ച് കയ്യ്, അതായത് കണ്ണായിരം കരളായിരം ആരോമലയൻ. അപ്പൊ അത് കൺട്രോൾ ചെയ്യണം കേട്ടോ. ഈ കയ്യില് മറ്റേ കയ്യില് കൈ ആക്ഷൻ കാണിച്ചാലും കുഴപ്പമില്ല. പാടുന്ന മൈക്ക് കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ സംഗതി വരുമ്പോ ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ പാട്ടിനെ ബാധിക്കും. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിരുന്നു. പിന്നെ കണ്ണായിരം കരളായിരം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരോമല എന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇരിക്കണം ആരോമല്. കണ്ടോ? ദേ തവല വായിക്കണ ചേട്ടൻ, സ്പ്രിങ് പോലത്തെ മുടിയുള്ള ചേട്ടനെ കണ്ടില്ലേ? അതാണ് ആരോമൽ. മുരളിയങ്കളുടെ മകനാണത്. മനസ്സിലായോ? അല്ല, മുരളി അങ്കിൾ ആരാന്ന് മനസ്സിലായോ? അത് മനസ്സിലായി. അത് മനസ്സിലായി. അതെ. വെള്ളാരം സസ്റ്റെയിൻ ചെയ്യരുത്. വെള്ളാരം കുന്നിന്മേലെ വേഴാമ്പൽ മഴ തേടും പോൽ. വെള്ളാരം കുന്നും മേലെ. അത്രയും മതി. പാടി. വെള്ളാരം കുന്നും മേലെ വേഴാമ്പൽ മഴ തേടും പോ. യെസ്. നിന്നോർമ തൻ പൊൻപാതയിൽ കണ്ണായിരം കരളായിരം ആരോമലയൻ. അതാണ് ആ എൻ ആ സംഗതിയും കനവായിരത്തിന്റെ സംഗതിയും അത് ഈ കുഞ്ഞു പ്രായത്തിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ കേട്ടോ. പക്ഷെ എന്നാലും അത് വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു. ഒട്ടും ഡാമേജ് ആക്കിയിട്ടില്ല പാട്ടിനെ. ദ്യുതികുട്ടിക്ക് പറ്റുന്ന രീതിയിൽ അത് മനോഹരമാക്കി പാടി. പിന്നെ എനിക്ക് തോന്നിയത് കഴിയില്ല തെല്ലും. അതെങ്ങനെയാ? കഥനങ്ങളാക്കാൻ കനവിന്റെ കണിയായി. എനിക്ക് ആ കഴിയില്ല തെല്ലും എന്നുള്ളത് കുറച്ചും കൂടി നോട്ട് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ തന്നെ മനസ്സിന്റെ കണ്ണിൽ ചരണത്തിലും. പിന്നെ ചാരിതാർത്ഥനായി പാടി. ചാരിതാർത്ഥനായി. യെസ്, വെരി ഗുഡ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. ഒരു കൊച്ചുകുട്ടി എന്നുള്ള നിലയിൽ അത് വളരെ 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 നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, താങ്ക് യു. സ്റ്റൈല് മാറി. മാറിയല്ലേ? എല്ലാം മാറി. പഠിച്ചു വരിക പുതിയ പുതിയ കാര്യങ്ങള്. 8 വയസ്സിൽ ഈ പാട്ട് എന്റെ മോ അൺബിലീവബിൾ ആണ് കേട്ടോ. നമുക്ക് എണിച്ചു നിൽക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓഫ്കോഴ്സ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. നേരത്തെ മധു പറഞ്ഞ പോലെ ഈ പാട്ട് ഈസി അല്ല പാടാനായിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ചില ഭാഗങ്ങൾ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് കണ്ണീരിനോ എന്ന് പാടിയില്ലേ? ഇമയോരം ഊറും കണ്ണീരിനോ. അതെങ്ങനെ പാടിയത്? ചുടുകാറ്റിനോ ഇമയോരമൂറും കണ്ണീരിനോ. അത് ഒറിജിനൽ പാടിയത് നന്നായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. അത് കൃത്യമായിട്ട് അവിടെ തന്നെ കൊണ്ടിരുന്നു. അതുപോലെ പദയാത്ര ചെയ്യും എന്ന് പാടിയില്ലേ ഈ വേളയിൽ? പദയാത്ര അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പാടിയത്. ഇങ്ങനെ ഒഴുകി വന്നായിരുന്നു കേട്ടോ അത്. പിന്നെ ഒരു ഇടയ്ക്ക് ഗ്ലൂം വന്ന പോലെ, ഗ്ലൂം ഇല്ലാത്ത പോലെ അടുത്തുകൂടെ പോയി. ഗ്ലൂമിന്റെ അടുത്തൂടെ ജസ്റ്റ് എസ്കേപ്പ്. മൗനങ്ങൾ
ഒരു ഉൽക്ക ഭൂമിയുടെ തൊട്ട് ഇങ്ങനെ മുകളിൽ കൂടെ പോയ പോലെ. ഇങ്ങനെ മൗനങ്ങൾ ഇങ്ങനെ പാടി ഇവിടെ മിഴുങ്ങി അല്ലേ? സാരല്ല കേട്ടോ, അതൊക്കെ സംഭവിക്കും കേട്ടോ നമ്മളെ പാടുമ്പോഴത്തേക്കും. എന്തായാലും ഈ പാട്ടിന് താങ്ക് യു. യുതിക്കുട്ടി എന്താ അത്? ആ ഉറക്കം വരുന്നുണ്ടോ? കുറച്ചുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ദ്യുതിക്കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിൽ. 1, നല്ല മെച്ചൂരിറ്റി ഉള്ള സിംഗിങ്. 2, ബ്രെത്ത് നല്ല രസമായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ദ്യുതിക്കുട്ടിയുടെ. എസ്പെഷ്യലി ആ അനുപല്ലവിയും ചരണവും വന്നപ്പോഴത്തേക്കും നല്ല രസമായിട്ട് അത് മാനേജ് ചെയ്തിട്ട് പാടി എന്നുള്ളത് കൊണ്ട് ഒരു വലിയൊരു കൈയടി. 3, എപ്പോഴും പറയുന്ന ആ ഒരു വിറ ഉണ്ടായിരുന്നു ആദ്യം, അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മിടുക്കിയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വെച്ചാൽ മതി. ആദ്യം കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ടഫായിട്ടുള്ള ഒരു പാട്ടായതുകൊണ്ട് ഓരോ സെന്റൻസിനും ഓരോ വരിക്ക് ശേഷവും കുഞ്ഞു സാധനങ്ങൾ ഉണ്ട് അതിന്റെ ഇടയിലൊക്കെ. അപ്പൊ അതൊക്കെ ദ്യുതിക്കുട്ടി അറ്റംപ്റ്റ് ചെയ്തത് തന്നെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പാട്ട് പാടുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദ്യുതി എന്തോ പറയാൻ വന്നില്ലേ? എന്തായിരുന്നു പറയാൻ വന്നേ? എന്നെ കാണാൻ കുറച്ച് ആള് വന്നു. ആരാ വന്നിരിക്കണേ? അത് കമ്മണിയാണോ? പിന്നെ കമ്മണിക്കുട്ടിയാ? അച്ഛന്റെ മരുമകൻ. അച്ഛന്റെ മരുമകൻ എന്ന് പറയുമ്പോ അച്ഛന്റെ സിസ്റ്ററുടെ മകൻ ആണോ? ആണോ? ശരി. ശരി. അതെ, യുവർ കസിൻ റൈറ്റ്? ഹലോ, കസിൻ. മോന്റെ പേരെന്താ? നിയോൺ നെഹിത്. നിയോൺ. 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 ബൾബാണ്. ഓ, നിയോൺ. നിയോൺ എന്ത് ചെയ്യണു? ഞാൻ +2. പാടൂ? ഇല്ല 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 പാടൂല്ലേ? പാട്ട് ഇഷ്ടമാണോ? ആ പാട്ട് ഇഷ്ടമാണ്. ആണോ? ആ. നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? ഭയങ്കര ഇഷ്ടം. ആണോ? എല്ലാം കേൾക്കും. ആണോ? ഇപ്പോഴെങ്ങനെ പാടിയത് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. പാടി. ധ്യാനക്കുട്ടിയുടെ ചോദിക്കട്ടെ. ധ്യാനക്കുട്ടി ഓ, അത് സൺഗ്ലാസ് ഒക്കെ വെച്ചാ ബീച്ചിലൊക്കെ ഇരിക്കണ പോലെ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പാടിയത്? എങ്ങനെ ഉണ്ടായിരുന്നു? മാർക്ക് അറിയാം ദ്യുതിക്കുട്ടിയുടെ. സൂപ്പർ ആയിട്ട് പാടിയ നമ്മുടെ വൈ ദ്യുതിക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98 out of 100.